ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വീണ്ടും നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ തടസ്സവാദത്താൽ റോഡ് നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായതോടെയാണ് സമരവുമായി സമരസമിതി രംഗത്ത് വന്നത്. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായ തടസ്സവാദത്താൽ ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന്റെ നിർമ്മാണം വീണ്ടും തടസ്സപ്പെട്ടതോടെയാണ് സമരവുമായി സമരസമിതി രംഗത്ത് വന്നത്. 5 കിലോമീറ്റർ ദൂരം എസ്റ്റേറ്റിലൂടെ മാത്രമാണ് റോഡ് കടന്നു പോകുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കാൻ സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യം എസ്റ്റേറ്റുകാർ നിരസിച്ചതോടെ 2022 നവംബർ 21 മുതൽ 21 ദിവസം നാട്ടുകാർ സത്യാഗ്രഹം നടത്തിയിരുന്നു. തുടർന്ന് ജനപ്രതിനിധികൾ, കളക്ടർ തുടങ്ങിയവർ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിൽ സ്ഥലം വിട്ടുകൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായി. അപ്പോഴേക്കും അനുവദിച്ച ഫണ്ട് നഷ്ടമായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് PMGSY പദ്ധതിയിൽപ്പെടുത്തി റോഡ് നിർമ്മിക്കാൻ ഡീൻ കുര്യാക്കോസ് MP 7.5 കോടി രൂപ അനുവദിച്ചു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അനുമതിയോടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാർ നൽകി നിർമ്മാണവും തുടങ്ങി. എന്നാൽ വീതി കൂട്ടാൻ അനുവദിച്ച അളവിൽ കൂടുതൽ സ്ഥലമെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയർക്ക് പരാതി നൽകി. തുടർന്ന് റോഡ് നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോയും നൽകി. നാട്ടുകാർ വീണ്ടും സമരം തുടങ്ങുമെന്ന് മനസ്സിലായി റോഡ് പണി തുടരാൻ മാനേജ്മെന്റ് ശനിയാഴ്ച ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകി. എന്നാൽ വ്യവസ്ഥകളോട് ലഭിച്ച കത്ത് പരിഗണിക്കാനും സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാനും CE തയ്യാറായില്ല. തുടർന്നാണ് മാനേജ്മെന്റിന്റെയും PMGSY അധികൃതരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയതെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. കമ്പനി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സ്ഥലം അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ നമുക്ക് 6 മീറ്റർ വീതിയിലും അലൈൻമെന്റ് അനുസരിച്ചുള്ള അതിന് ആനുപാതിക വീതിയും ആണ് നമുക്ക് അനുവദിച്ചത് കൂടുതൽ വീതിക്ക് സ്ഥലം എടുത്തു. അതുകൊണ്ട് ആണ് പരാതി നൽകിയതെന്നാണ് പറഞ്ഞത്. ആ പരാതി പ്രകാരം റോഡ് പണി നിർത്തിവെക്കുകയും ഇവിടെ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്തു. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ 6 മീറ്റർ വീതി കൂടുതലായിട്ട് 2 കലുങ്ക് പണിത സ്ഥലത്തല്ലാതെ ഒരിടത്ത് പോലും 1 ഇഞ്ച് സ്ഥലം പോലും എടുത്തിട്ടില്ല. ഇനിയും പല സ്ഥലങ്ങളിലും ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇനിയും 6 മീറ്റർ അധികം റോഡ് വീതി എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പണി സുഗമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പണി നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പനി ഇതിനെതിരായി കൊടുത്ത പരാതി പിൻവലിച്ചാൽ CE സ്റ്റോപ്പ് മുമ്പ് പിൻവലിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റോഡിന്റെ ഒരു വിജയം കണ്ട്, കാരണം ഈ നാട്ടുകാരുടെ ഒത്തൊരുമയുടെയും ഫലമായിട്ടാണ് ഈ റോഡ് ഇപ്പോൾ ഈ രീതിയിലേക്ക് പണി നടന്നതും കാര്യങ്ങൾ നടന്നതും എല്ലാം കൂടെ. പക്ഷേ ഇപ്പോൾ ഈ നിന്ന് പോയ റോഡിന്റെ പണികൾ പുനരാരംഭിച്ച് അതിന്റെ വിജയം കാണുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം, ആ ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരസമിതി കൺവീനർ നിബു ജോണാണ് നിലവിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. ഇതിനോടകം മ്ലാമല മുതൽ 2.5 കിലോമീറ്റർ റോഡ് ടാറിംഗ് പൂർത്തിയായി. നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമര നടപടിയിലേക്ക് കടക്കാനാണ് സമരസമിതിയുടെ തീരുമാനം.